പറയണം. ഒരു സ്ഥലത്തേക്ക് അള്ളാഹു മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുകയാണ് ഹജ്ജ്. ഭൂമിയുടെ ഏതെല്ലാം ഭാഗത്ത് നമ്മൾ ജീവിച്ചാലും ഖിയാമത്ത് നാളായാൽ ഇന്ന് നിൽക്കുന്ന ഫലസ്തീൻ, ജോർഡൻ, ലബനാൻ, സിറിയ ഈ പ്രദേശങ്ങളിലേക്ക് ജനങ്ങളെ മുഴുവനും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അവിടെയാണ് ഖിയാമത്തിൻ്റെ മൈതാനമുണ്ടാവുക എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ഹദീസുകളുണ്ട് അങ്ങനെ. അറുദുശ്ശാം അറുദുൽ മൻശരി വൽ മഹ്ശർ. ഷാം എന്ന് പറയുന്നത് മഹ്ശറയുടെ പുനരുദ്ധാരണത്തിൻ്റെ നാളാണ്, സ്ഥലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും അള്ളാഹു ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടാണ്. ആ ഒരു ഒരുമിച്ച് കൂടൽ പോലെ ദുനിയാവിൽ എല്ലായിടത്തുമുള്ള ആളുകളെ അറഫയിലേക്ക്, മക്കയിലേക്ക് അള്ളാഹു ഒരുമിച്ച് കൂട്ടാണ്. എല്ലാവരും വിളിച്ചു കൂട്ടാൻ. ഇത് ഒരു ആനുവൽ പിൽഗ്രിമേജാണ്. എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്ന ഒരു വാർഷിക ഒത്തുകൂടലാണ്. അള്ളാഹു ഒരു വർഷം നിശ്ചയിച്ചല്ലോ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. പ്രപഞ്ചമുണ്ടായിടം മുതൽ 12 മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്, മുളർ. മുളറുകാർ വല്ലാതെ ബഹുമാനിച്ചിരുന്ന റജബ് മാസം. ബൈനൽ ജുമാദ വ ഷഅബാൻ, ഷഅബാനിൻ്റെയും ജുമാദയുടെയും ഇടയിലുള്ള റജബ് എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞു. ഈ 4 മാസങ്ങൾ പവിത്രമാണ്. 12 മാസങ്ങളാണ് ഒരു വർഷം. അപ്പോൾ ഈ വർഷം, ഓരോ വർഷവും അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഒത്തുകൂടലാണ്. മരിച്ചു പോകുന്ന ആണുങ്ങൾ, പുരുഷന്മാരാണെങ്കിൽ, ആണുങ്ങളാണെങ്കിൽ തുന്നാത്ത 2 വസ്ത്രത്തിലാണ് കഫൻ ചെയ്യുക. പെണ്ണുങ്ങളാണെങ്കിൽ ഒരു കമ്മീസിട്ട് ഒരു നിസ്കാര കുപ്പായം പോലുള്ള തുന്നിയതിലാണ്. പെണ്ണുങ്ങൾക്ക് തുന്നിയതിടുന്ന ഒരു പ്രയാസമല്ല. പുരുഷന്മാർക്ക് എഹ്റാം ചെയ്താൽ തുന്നിയ വസ്ത്രം പാടില്ല. എഹ്റാമിലായിരിക്കെ തുന്നാത്ത വസ്ത്രം 2 പീസ് ക്ലോത്തുകൾ മാത്രമാണ് നമ്മൾ അരമുണ്ടായും തോളിലും ധരിക്കുന്നത്. ശരിക്ക് പുരുഷൻ്റെ കഫനിലായി ഖബറിലേക്ക് പോകുന്ന പോലെ, പെണ്ണിൻ്റെ അവസ്ഥയിൽ ഖബറിലേക്ക് പോകുന്ന പോലെ, ഇതൊരു ജീവിതത്തിന് മാറ്റമുണ്ടാക്കുന്ന ഒരു ഇബാദത്താണ്. കാരണം ഇസ്ലാമിൻ്റെ 5-ാം കാര്യം അവസാനത്തെ റുക്കനാണ്. ആ അവസാനത്തെ റുക്കന് ചെയ്യുന്നതോടുകൂടെ ഈമാൻ അള്ളാഹു പറഞ്ഞതിൽ ഉറക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും, എന്തൊക്കെ ക്ലിപ്പുകളും പ്രസംഗങ്ങളും എന്ത് കേട്ടാലും എൻ്റെ ഈമാൻ ഇളകില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ശപഥം ചെയ്യുന്നൊരു ഇബാദത്താണ് ഹജ്ജ്. എന്തുകൊണ്ട് കഅബക്ക് ചുറ്റും, എന്തുകൊണ്ട് സഫാ മർവക്കടയിൽ നടക്കണം, എന്തിന് മിനയിൽ അറഫയിൽ അള്ളാഹു അത് പറഞ്ഞു. എന്തിനവിടെ കൊണ്ടുപോയി എറിയണം? അവിടെ ഇബ്ലീസൊന്നും ഇല്ലപ്പോൾ. പക്ഷേ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ എറിഞ്ഞിട്ടുണ്ട്. നമ്മളോട് വത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ എന്ന് പറഞ്ഞു. നമ്മൾ എറിയാണ്. എന്തിന്? മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് അറഫയിലും മിനയിലും മുസ്ദലിഫയിലും അവിടെ പാർക്കണം? മുത്തുനബി തങ്ങളത് ചെയ്ത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണോ അള്ളാഹു പറഞ്ഞത് അതുപോലെ ചെയ്യാം. വേറെ ചോദ്യം അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു അനുസരണ വരുമ്പോഴേ ഇസ്ലാം എന്ന് പറയുള്ളൂ. എന്താ ഇസ്ലാം എന്ന വാക്കിനർത്ഥം? സബ്മിഷൻ. നമ്മളെ അള്ളാഹുവിന് വേണ്ടി, നമ്മെ പടച്ചവന് വേണ്ടി സമർപ്പിക്കുക. സമർപ്പണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധിക്കുന്നതും അർത്ഥറിയുന്നതും യുക്തി ബോധിക്കുന്നതും മാത്രം ചെയ്താൽ സമർപ്പണമാവില്ല. അതിന് സമർപ്പിക്കുക എന്നല്ല പറയാം. അവരവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നാണ്. ഒരാൾക്ക് തടി കുറക്കണം എന്നുണ്ട്, അപ്പോൾ നോമ്പ് വിൽക്കുക. തടി കുറക്കാൻ വേണ്ടിയുള്ള പണിയാണ്. ഒരാൾക്ക് ഫിസിക്കൽ എക്സസൈസ് പോലെ എന്തെങ്കിലും ചെയ്യണം, അപ്പോൾ നിസ്കരിച്ചാൽ മതി തോന്നുന്നു, അങ്ങനെ ചെയ്യുന്നു. ഹജ്ജ് അതല്ല. ഹജ്ജ് അള്ളാഹു എന്തിന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമുക്കറിയില്ല, കാരണം അറിയില്ല. നിസ്കാരത്തിൻ്റെ ഹിക്മത്ത് അറിയാം. നമ്മളും അള്ളാഹു തമ്മിലുള്ള ആത്മീയ ബന്ധമാണ്. അത് നമ്മുടെ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യും. പ്രാർത്ഥനയാണ്. നോമ്പ് ശരീരവും റൂഹും തമ്മിലുള്ള ബന്ധമാണ്. സക്കാത്ത് ജനങ്ങളെ സഹായിക്കലാണ്, സമ്പത്ത് ശുദ്ധിയാക്കലാണ്, അള്ളാഹുവിനനുസരിക്കലാണ്. പക്ഷേ ഹജ്ജിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലാവാൻ പ്രയാസമാണ്. എന്തിന്? അള്ളാഹ് പറഞ്ഞു, അതന്നെ. ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഇസ്ലാം പൂർത്തിയാവുന്നത്. ഹജ്ജ് ചെയ്താൽ അവൻ്റെ ഇസ്ലാം കാമിലായി. നമുക്ക് അവിടെ പോകാൻ കഴിയാത്തവർക്ക് ഇവിടെ നിന്നുകൊണ്ടും ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റും. നമ്മുടെ നഫ്സിനെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. ഖൽബ് കൊണ്ട് ദുആ ചെയ്യുക, അള്ളാഹുവേ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷേ എനിക്ക് ഹജ്ജിന് പോകണം, നീ തൗഫീക്ക് തരയണമേ. അള്ളാഹുവിനോട് ദ്വാരക്കുക.
പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഒരു മാറ്റം വരുന്നതിന് മുമ്പ് ഇവിടെ നാട്ടിലുള്ളപ്പോൾ തന്നെ നമ്മൾ ഇരുന്നാൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹു തആല നമ്മുടെ നഫ്സിനെ അള്ളാഹു പടച്ച തമ്പുരാന് വഴിപ്പെടുന്ന നഫ്സാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത പോലെ. അപ്പോൾ അള്ളാഹു തആല വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം നബിയെ ജനങ്ങളോട് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം, ഈ സ്ഥലം ഒന്ന് കാണണം. അത് അള്ളാഹു ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ആദ്യത്തെ മസ്ജിദിനെ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. കഅബാലയം ഭൂമിയിലെ ആദ്യത്തെ പള്ളിയാണ്. ആ പള്ളിയാണ് നമ്മുടെ ഖിബില, അള്ളാഹിൻ്റെ ഭവനം. അപ്പോൾ നാട്ടിലത്തെ പള്ളിയൊക്കെ അള്ളാഹിൻ്റെ ഭവനം തന്നെയല്ലേ ആണ്. പക്ഷേ അള്ളാഹു എൻ്റെ ഭവനമാണ് എന്ന് റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞത് ഒരേ ഒരു പള്ളിയുള്ളൂ, അത് കഅബയാണ്. അൻ തുഹിറാ ബൈതിയ ലിത്വാഇഫീന വറുക്കഇ സുജൂദ് എന്ന് പറഞ്ഞ എൻ്റെ വീട് എന്ന് അള്ളാഹു പറഞ്ഞത് കഅബാലയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ ഭവനം, അത് അള്ളാഹു റബ്ബിനെ തിരഞ്ഞെടുത്ത ഭവനമാണ്. നമ്മളുണ്ടാക്കുന്ന പള്ളി റബ്ബിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചതാണ്, അതതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് കഅബാലയം നമ്മുടെ ഇബാദത്തിൻ്റെ ഖിബിലയാണ്, നമ്മുടെ ഇബാദത്തിൻ്റെ ഖിബിലയാണ്. അള്ളാഹു കഅബാലയം സന്ദർശിക്കാനും കണ്ണു നിറയെ കാണാനും അവിടെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇബ്രാഹിം നബിയോട് വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, യാ റബ്ബി മാ യബ്ലുഗു സൗതി, എൻ്റെ ശബ്ദം എവിടെ എത്താനാ പടച്ചവനെ? ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവർ കേൾക്കുവോ? അദ്ദിൻ വഅലയ്യൽ ബലാഗ്, ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചു പറയുക, അത് എത്തിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. നിങ്ങൾ പറഞ്ഞാൽ മതി, അത് കേൾപ്പിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ സഫയുടെ മുകളിൽ കയറി എന്നാണ് അഭിപ്രായം. അതല്ല, മഖാം ഇബ്രാഹിമിൻ്റെ ആ കല്ലിൻ്റെ മുകളിലാണ് കയറിയത് എന്ന അഭിപ്രായമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും കേൾക്കത്തക്ക വിധത്തിൽ മഹാനവറുകളുടെ വിളിയാളം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു. അയ്യുഹന്നാസ്, ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞ വാക്യതാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുതിബ അലൈക്കുമുൽ ഹജ്ജു ഇലൽ ബൈത്തിൽ അതീഖ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് നിങ്ങൾ ഹജ്ജിന് വരണം. ഫഅജീബു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം. അതുകൊണ്ട് മനുഷ്യരിൽ ആർക്കൊക്കെയാണോ അതിന് തൗഫീഖുള്ളത് മുഴുവൻ ആളുകളും പറഞ്ഞു, റബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ നിനക്ക് ഞങ്ങൾ വിളിക്കുത്തരം നൽകുന്ന തമ്പുരാനെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ആ വിളിയാളമാണ് ഇന്ന് നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പറയാം, ഉംറക്ക് ഇഹ്റാം ചെയ്താൽ പറയുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞ വിളിയാളം ഉപ്പയുടെ ഉമ്മയുടെ ഉദരങ്ങളിൽ കിടക്കുന്നവർ, ഉപ്പയുടെ മുതുകിൽ കിടക്കുന്ന സർവ്വ അർവാഹുകളും കേട്ടു എന്നാണ്. അപ്പം നിങ്ങളുടെ നമ്മുടെയൊക്കെ മുതുകുകളിൽ നിന്ന് ഇനി നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ ജനിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അർവാഹകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. അവർ ഉപ്പമാരുടെ ദേഹത്തിലായിരിക്കും ഉത്തരം കൊടുത്തു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാദങ്ങളെ അള്ളാഹു ദൃഷ്ടാന്തമാക്കി വെച്ചു. ഇന്ന ഖദമൈ ഇബ്രാഹിം അലൈഹിസ്സലാം ആയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ 2 കാലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. നോക്കണേ, ഇബ്രാഹിം നബിൻ്റെ കാലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിനാ ഫീഹി ആയാതും ബയ്യിനാത്ത്. വിശുദ്ധമായ മക്കയിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മഖാമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം, അവിടെ മഖാമിനർത്ഥം നിന്ന സ്ഥലം. ഖാമ യഖൂമു, നിൽക്കുക എന്ന് പറയില്ലേ, ആ മഖാമാണ് എന്നല്ലാതെ മഹാനുടെ ഖബറുണ്ട് എന്നല്ല. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മഖാം, അവർ നിന്ന സ്ഥലം. യാ അല്ലാഹ്, അള്ളാഹു അവിടങ്ങളിൽ എത്തിപ്പെടാനും ആ മഖാമിൻ്റെ പിറകെ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല തിരക്കുള്ള സമയമാണ്, അപ്പോൾ നേരെ മഖാമിൻ്റെ പിറകെ നിസ്കരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു മുഹാദാത്തിൽ എത്തിയാൽ മതി എന്നാണ് പറയാം. അതായത് ബാക്കിലാണെങ്കിലും അതിൻ്റെ ഒരു പിറകു വശത്ത് എന്ന് പറയാവുന്ന സ്ഥലത്ത് നിസ്കരിച്ചാൽ തന്നെ മതിയാവും. അല്ലെന്നല്ലാതെ ആളുകൾ തവാഫ് ചെയ്യുന്നതിനിടയിൽ പോയിട്ട് നേരെ മഖാമിന് മുമ്പ് ഇവിടെ നിസ്കരിച്ചാൽ അപകടമായിരിക്കും. ആളുകൾ തട്ടിത്തടഞ്ഞ് വീഴും, അപകടം ഹറമിൽ അപകടം ഉണ്ടാക്കാൻ പാടില്ല.
ഹറമിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. മത്താഫിലൊക്കെ ചില നിസ്കാരം ഞാൻ അവിടെ നിന്ന് നിസ്കരിക്കും. ആ പോലീസുകാർ യാ റഫീഖ് യാ ഹാജ് യാ ഹാജ് എന്ന് പറയണത് നമ്മുടെയും കൂടുള്ള ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർ ചിലപ്പം വഴിയിൽ നിസ്കരിക്കാൻ വിടൂല. എന്നു വെച്ചാൽ അവർക്കത് അറിയാൻ പറ്റും. ഇവിടെയുള്ള നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിനിടയിലോ നിസ്കാരം കഴിഞ്ഞാലോ വരാൻ പോകുന്ന തിരക്കും അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള അപകടവും. അപ്പോൾ അവരൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും. ചിലപ്പോൾ കുറേ നടത്തിക്കും. അപ്പോൾ ആൾ കുറേ പിച്ചും പോയി അവർക്കെതിരെ തോരക്കലൊക്കെ ചെയ്യാ. അന്ന് ചെയ്യാൻ പാടില്ല. അവരതിൻ്റെ ഹാദിമീങ്ങളാണ്. അവർ ഹറമിലെ ഹാദിമീങ്ങളാണ്. അവർ പറയുന്നത് കേൾക്കൽ നമുക്ക് നിർബന്ധമാണ്. അവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ മാറി നിന്ന് കൊടുക്കുക. അതനുസരിക്കുമ്പോൾ കൂലി കിട്ടും. എന്നിട്ട് സുരക്ഷിതമായ സ്ഥലത്ത് പോയിട്ട് നിസ്കരിക്കുക എന്നല്ലാതെ എൻഡേഞ്ചർ ചെയ്യരുത്. നമ്മൾ സ്വയം ലാ ലററ വലാ ളിറാർ, നിങ്ങൾ ബുദ്ധിമുട്ടാവും വേണ്ട, വേറുള്ളവരെ ബുദ്ധിമുട്ടാക്കാനും പാടില്ല. അങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ലററ വലാ ളിറാറ. അതുകൊണ്ടാണ് ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്. അത് മുത്തിയവർക്ക് ഹജറുൽ അസ്വദ് ഷഫാഅത്ത് ചെയ്യുന്നതാണ്. പക്ഷേ തിക്കും തിരക്കിൽ എങ്ങനെ കഴിയാനാ? അതുകൊണ്ട് ദൂരെ നിന്ന് കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മുത്തിയാൽ മതി. അതിൻ്റെ നേർരേഖയിലേക്ക് വരുമ്പോൾ ആ ഹജറുൽ അസ്വദിലേക്ക് കൈ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അത് മതി. എന്നല്ല തിക്കു തിരക്കി പോയി മസിൽ പിടിച്ച് കൂടുതലുള്ള സാധുക്കളും പ്രായമുള്ളവരും ഉമ്മാരും പെണ്ണുങ്ങളും വയസ്സന്മാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ തട്ടിത്തെറിപ്പിച്ച് മുത്തിയ എന്ത് കൂലിയ കിട്ടാൻ പോണത്? മുഅ്മിനായ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാ. അത് കഅബന്റെ മുമ്പെന്ന് ബുദ്ധിമുട്ടാക്കേ യാ അല്ലാഹ്. അത് ഹറമിൽ, അത് ഇഹ്റാമിലുള്ള അള്ളാഹുവിന് വേണ്ടി ഇഹ്റാം ചെയ്തു വരുന്ന മനുഷ്യന്മാരെ അതൊന്നും ചെയ്യാൻ പാടില്ല. ഭയങ്കര കുറ്റമാണ്. ആൾക്കാർക്ക് അറിയില്ല. നമ്മളെ നാട്ടുകാരൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എന്നാലും പല നാട്ടുകാരൊക്കെ കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ അറിവില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ അറിവുള്ളവർ എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അവിടെ ആ ഒരു ആവേശം വരെ ഞാൻ എന്നിട്ട് പറയും ഞാൻ മുത്തിയിട്ടുണ്ട്. എത്ര ആളെ കുത്തിയിട്ടുണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ മുത്തി എന്ന് പറഞ്ഞാൽ വമ്പിട്ട് വരുമ്പോഴേ ഒരാളെയും തട്ടാതെ മുട്ടാതെ വേദനിപ്പിക്കാതെയാണോ മുത്തിയിട്ടുള്ളത്? മാഷാ അല്ലാഹ് തബാറക റഹ്മാൻ, നിനക്ക് വലിയ ഭാഗ്യം കിട്ടി. അതല്ല തിക്കി തിരക്കി നിൻ്റെ മുട്ടുകൈ കൊണ്ട് എത്ര ആളെ കഴുത്തും തോളൊക്കെ വേദനിച്ചിട്ടുണ്ടാവും. അവർ പറയില്ല ആ ചങ്ങായിൻ്റെ കുത്തോണ്ടിൻ്റെ തോള് ശപിക്കൂലേ? ഹറമെന്നൊക്കെ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവ് ആഖിറ നഷ്ടപ്പെടൂലേ? അപ്പോൾ ഒരു ഇബാദത്തിന് വേണ്ടി ആരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാക്കാതെ സൗകര്യപ്പെടുന്നുണ്ടോ? മാഷാ അല്ലാഹ് തബാറക അല്ലാഹ്, അത് വലിയ ഭാഗ്യമാണ്. ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദിനെ മുത്തിയിട്ട് അവിടുന്ന് തുരുതുരാ കണ്ണുനീരൊഴുക്കി ഹബീബ് കരഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. നബി തങ്ങൾ ഉമർ തങ്ങളോട് നോക്കിയിട്ട് പറഞ്ഞു, ഉമറേ ഹുനാ തുസ്കബുൽ അബറാതു യാ ഉമർ. ഉമറേ ഇവിടെയാണ് കരയേണ്ടത്, ഇത് കരയേണ്ട സ്ഥലമാണ് ഉമറേ എന്ന് പറഞ്ഞ് നബി തങ്ങൾ റുക്നുൽ യമാനി, അതായത് ഹജറുൽ അസ്വദിൻ്റെ മൂലയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ചുമര്, അതിനാണ് റുക്നുൽ യമാനി എന്ന് പറയാം. അതും തൊട്ടുമുത്തൽ സുന്നത്താണ്. الركن والمقام യാഖൂതതാനി മിൻ യവാഖീതിൽ ജന്ന. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നിരുന്ന കാലിൻ്റെ അടയാളമുള്ള കല്ല്, മഖാം ഇബ്രാഹിമിനുള്ളിലുള്ള കല്ലും ഹജറുൽ അസ്വദും സ്വർഗത്തിലെ രണ്ട് പരിശുദ്ധങ്ങളായ യാഖൂത്തുകളാണ്, പരിശുദ്ധ കല്ലുകളാണ്, പവിഴങ്ങളാണ് എന്ന് അതിന് പറയാം. പ്രഷ്യസ് സ്റ്റോൺസ്, വളരെ വിലപിടിപ്പുള്ള സ്വർഗത്തിലെ മരതക കല്ലുകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിൽക്കാൻ ഉപയോഗിച്ച കല്ല്. ആ കല്ലിന്മേൽ നിന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയത്തിൻ്റെ പടവ് നടത്തിയത്. അതും ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ കോർണറിലുള്ള കല്ലും. ആ കല്ല് അഷ്റഫ് ഖൽഖ് തങ്ങൾ കൈകൊണ്ട് തൊട്ട കല്ലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമല്ലോ, ജാഹിലിയ കാലത്ത് വലിയൊരു തർക്കമുണ്ടായി. കഅബാലയത്തിൻ്റെ പുനരുദ്ധാരണം ഖുറൈശികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ ചരിത്രം. ആര് ഹജറുൽ അസ്വദ് വെക്കണമെന്ന തർക്കമായി. എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വെക്കണം. അപ്പോഴാണ് ആ വഴിക്ക് വന്ന ഒരു യമനിയായ ഷെയ്ഖ്, അയാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനായി തർക്കിക്കുന്നത്? പറഞ്ഞു, ഞങ്ങൾ ഓരോ കുടുംബത്തിലെ തലവന്മാരും പറയുന്നു ഞങ്ങൾ ചെയ്യും, അത് വേറെ ആരും ചെയ്യാൻ വിടൂല, യുദ്ധം ചെയ്യും, ചോര ചിന്തും. നിങ്ങളിപ്പോൾ ആ കല്ല് അവിടെ തന്നെ വെക്കുക, ഇപ്പോൾ തൊടണ്ട, നാളെ നേരം വെളുക്കുന്നവരെ ഒന്ന് കാത്തിരിക്കീൻ. ആരാണോ ഈ മസ്ജിദിലേക്ക് രാവിലെ ആദ്യമായിട്ട് കടന്നു വരുന്നത് ആ മനുഷ്യനെ നിങ്ങൾ ഏൽപ്പിച്ചേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാത്തിരിക്കുക. രാവിലെ അത് വരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വന്നത്. അപ്പോൾ തങ്ങൾ നബിയായിട്ടില്ല, ചെറുപ്പക്കാരൻ, തങ്ങളന്ന് നബിയല്ല. അപ്പോൾ തങ്ങളോട് വിഷയം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിഷയം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചൂനി ബി സൗബിൻ,
ഒരു വസ്ത്രം കൊണ്ടുവരും, 4 മൂലുള്ള വസ്ത്രം. 4 പ്രധാന കബീലക്കാർ തമ്മിലാ പ്രശ്നം. ഓരോ കബീലൻ്റെ നേതാവിനോട് ഓരോ മൂല പിടിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ആ ഒരു തുണിയിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പിടിക്ക്, 4 പേരും നടക്കി എന്ന് പറഞ്ഞു ഹജറുൽ അസ്വദിൻ്റെ മൂലയിലേക്ക്. അങ്ങനെ മൂലയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് നബി തങ്ങളത് എടുത്തിട്ട് ആ മൂലയിലേക്ക് വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങളുടെ കൈ സ്പർശിച്ച, തങ്ങൾ ചുംബിച്ച ഒരു പരിശുദ്ധമായ കല്ലാണ് വിശുദ്ധമായ ഹജറുൽ അസ്വദ്. ഇതൊക്കെ ചില അടയാളങ്ങളാണ്. ചരിത്രം അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഓർമ്മകളാണ് ചരിത്രം. ഈ ഓർമ്മകൾ മരിക്കരുത്. കഴിഞ്ഞ ഒരു തലമുറ ചെയ്ത വലിയൊരു ത്യാഗം ഒരു തലമുറ മരിക്കുന്നതോടുകൂടെ അവസാനിക്കരുത്. ലോകത്ത് നന്മകൾ എന്നും ഓർക്കപ്പെടണം എന്ന വലിയൊരു മെസ്സേജ് ഹജ്ജിലുണ്ട്. ലോകത്ത് നടന്ന ത്യാഗങ്ങൾ ഓർമ്മിക്കപ്പെടണം, അത് ചരിത്രമായി കിടക്കണം. തലമുറകൾ ഓർത്തെടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു സംവിധാനമാണ് ഹജ്ജിലൂടെ അല്ലാഹു തആല സാധ്യമാക്കുന്നത്. ഹജ്ജഹു ഇസ്ഹാഖു വസാറ മിന ഷാം, ഷാമിൽ നിന്ന്, അതായത് ഫലസ്തീനിൽ നിന്ന് സാറ ബീവിയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓരോ വർഷവും ഫലസ്തീനിൽ നിന്ന് ബുറാക്കിൽ വന്നുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന റിവായത്തിലുണ്ട്. ബുറാക്ക് അമ്പിയാക്കന്മാർ ഉപയോഗിച്ച വാഹനമാണ്. പക്ഷെ നബിതങ്ങൾക്ക് വേണ്ടി മെഹറാജിന് അള്ളാഹു തആല അതിനെ അലങ്കരിച്ചു. അങ്ങനെ ഒരു അലങ്കാരം ഒരു നബിക്കും അള്ളാഹു ചെയ്തിട്ടില്ല. ബുറാക്കിൻ്റെ ചരിത്രം പറയുമ്പോൾ പറയും, അതിനർത്ഥം മറ്റു നബിമാർ ബുറാക്ക് കയറിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ചരിത്രം. പക്ഷേ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ബുറാക്കിൻ്റെ മുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഇസ്രാഇ വൽ മിഅ്റാജ്, മിഅ്റാജ് നടന്ന രാത്രിയിൽ തങ്ങൾ കയറിയിരുന്നപ്പോൾ ബുറാക്കിനെ അലങ്കരിച്ച പോലെ വലം യകുൻ സയ്യനഹു ലിഅഹദിൻ മിനൽ അംബിയ, അള്ളാഹു വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ അലങ്കരിച്ചിട്ടില്ല. പ്രത്യേകമായ അലങ്കാരത്തിലാണ് നമ്മുടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ തിരിച്ചുമുള്ള യാത്ര ചെയ്തത്. പക്ഷേ ബുറാഖ് അമ്പിയാക്കന്മാർ ഉപയോഗിച്ച വാഹനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വകാന ഇബ്രാഹീമു അലൈഹിസ്സലാം യഹുജ്ജുഹു കുല്ല സനത്തിൻ അലൽ ബുറാഖ്, എല്ലാ വർഷവും ഇബ്രാഹിം അലൈഹിസ്സലാം ബുറാക്കിലായി വന്നിട്ടുണ്ട്. അതായത് നടന്നു വന്ന യാത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വാഹനപ്പുറത്ത് ബുറാക്കിലായി ഇബ്രാഹിം അലൈഹിസ്സലാം ഓരോ വർഷവും വന്നിട്ടുണ്ട്. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം ഒരു 100 കൊല്ലം വീണ്ടും ജീവിച്ചിട്ടുണ്ട്. കാരണം 200 വർഷത്തെ ആയുസ്സുണ്ടായിരുന്ന നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആദ്യത്തെ 100 കൊല്ലത്തിനിടക്കാണ് 80-90 വയസ്സുള്ളപ്പോഴാണ് ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമൊക്കെ ഉണ്ടാകുന്നത്, മക്കൾ ജനിക്കുന്നത്. അവരുടെ ജന്മം തന്നെ ഒരു അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 100 കൊല്ലം കൂടെ ജീവിച്ചതിന് ശേഷമാണ് മഹാനവർ വഫാത്താകുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾ മഹാനവറുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഹജ്ജാ വഹുമാ മാഷിയാൻ, രണ്ടുപേരും നടന്നു വന്നുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇസ്മായിൽ നബിയും അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വാപ്പയും മോനും നടന്നുകൊണ്ട്, അതായത് മിനയും മുസ്ദലിഫയും അറഫയും ഇതൊന്നും വാഹനപ്പുറത്തല്ല, അവർ നടന്നിട്ടാണ് പോയിരുന്നത് എന്നാണ് അതിനർത്ഥം. യാ അല്ലാഹ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ ഹജ്ജ് നടക്കുമ്പോൾ പറയാണ് സ്വഹാബികളോട്, ഖൂനു അലാ മശാഇരിക്കും ഹാദിഹി, അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങളാണിത്, അതുകൊണ്ട് ആ ബഹുമാനങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഫഇന്നകുമുൽ യൗം അലാ അദബിൻ മിൻ അദബി ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അദബാണ് നിങ്ങൾ ഇവിടെ പാലിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പവിത്രങ്ങളായ സ്ഥലങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. അവിടെ എന്ത് ചെയ്യരുത്, അവിടെ വന്നിട്ട് വെറുതെ വാട്സപ്പ് യൂട്യൂബും കണ്ടിരിക്കരുത്. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഖുർആൻ ഓതാനും ദിക്റും ദുആകളും അതിനുവേണ്ട ഇബാദത്തിൻ്റെ സജ്ജീകരണങ്ങളോടുകൂടിയാണ് നമ്മൾ പോവേണ്ടത്. വെറുതെ ഇരുന്ന് സമയം പറഞ്ഞ് കഥ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേഗം ആ ടെൻറ്റിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. അതിന് ചില ആളുകൾ അങ്ങനെ വെറുതെ കഥ പറയും. അവർക്ക് 2ാമത്തെ 4ാമത്തെ 5ാമത്തെ ഹജ്ജായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ പുതുമയൊന്നും ഉണ്ടാവില്ല. ചിലപ്പം വെറുതെ സൊറ പറയാൻ വരുന്നവരുണ്ടാവും. നമ്മളവിടെ നിന്ന് മാറി നിൽക്കുക. എന്തേ, ഇതെൻ്റെ ഒരുപക്ഷെ ജീവിതത്തിൽ അവസാനത്തെ ഹജ്ജായിരിക്കും. ഇത് അള്ളാഹുവിൻ്റെ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചെയ്യുന്ന അദബാണ്, മഹാനവറുകളുടെ ചര്യയാണ് നമ്മൾ ഈ പാലിക്കുന്നത്. ആ മഹാൻ അമ്പിയാക്കന്മാർ 70ഓളം അമ്പിയാക്കന്മാർ വന്ന കഥ നബി തങ്ങൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹദീത്ത് പറയാം. അവരൊക്കെ വന്നുപോയ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾ, ഉമ്മമാരുടെ ഉപ്പമാരുടെ മുതുകുകളിൽ കിടന്ന് ലബ്ബൈക്ക് ചൊല്ലിയ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് ഹജ്ജിൻ്റെ സ്ഥലം. ആ ഓർമ്മ വേണം.
അതുകൊണ്ട് അടുത്ത സ്ഥലം, ആ സമയം, ആ പുണ്യമായ ഇബാദത്ത് പരിശുദ്ധരായ അമ്പിയാക്കന്മാർ, ഔലിയ, സ്വാലിഹീങ്ങൾ അവരോട് താദാത്മ്യപ്പെടാനുള്ള ഒരു വലിയൊരു അവസരമാണ്. മഹാനവറുകളുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു ചര്യയിലേക്ക്, ആ ഒരു ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. പുണ്യനബി തങ്ങൾ മൂസ നബിയെ കാണുന്ന പോലെ പറഞ്ഞിട്ട്, കഅന്നി അൻദുറു ഇലാ മൂസ അലൈഹിസ്സലാം, ഞാൻ മൂസ നബിയെ കാണുന്ന പോലെ, ഫി ഹാദൽ വാദി, ഈ മലഞ്ചെരിവിലൂടെ മൂസ നബി അലൈഹി സ്വലാം വരുന്നുണ്ട്, മുഹ്രിമൻ ബൈന ഖത്വാനതൈൻ, 2 പുതപ്പുകൾ പുതച്ചുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ഈ താഴ്വരയിലൂടെ വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ റൗഹ എന്ന് പറയുന്ന പ്രദേശം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. തങ്ങൾ പറഞ്ഞു, ലഖദ് മർറ ബിർറൗഹ 70 നബിയൻ, ഈ റൗഹയിലൂടെ 70 നബിമാർ കടന്നുപോയിട്ടുണ്ട്. മിൻഹും നബിയുല്ലാഹി മൂസ, ആ 70-ൽ മൂസ നബിയുമുണ്ട്. ഹുഫാതൻ, കാലിൽ ചെരുപ്പില്ലാതെ, അലൈഹിമുൽ അബാ, ഒരു പുതപ്പ് പുതച്ചുകൊണ്ട്, യഉമ്മൂന ബൈത്തല്ലാഹിൽ അതീഖ്, പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി 70ഓളം നബിമാർ റൗഹയിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 25 നബിമാരുടെ പേരെ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. 25 നബിമാർ, പിന്നെ ഒരു ഏകദേശം 10 നബിമാർ ഹദീസിലും കിട്ടും. അങ്ങനെ ഒരു 35 നബിമാരുടെ പേരെ നമുക്കറിയുള്ളൂ. ഇതിപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞ് 70 നബിമാരെന്ന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കഅബയെ ലക്ഷ്യമാക്കി റൗഹയിലൂടെ കടന്നുപോയി എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പരിശുദ്ധമായ മസ്ജിദുൽ ഖൈഫ് ഉണ്ട്. മിന, മുസ്ദലിഫ, അറഫയുടെ പരിസരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മസ്ജിദുൽ ഖൈഫ് കാണാൻ പറ്റും. മിനയിലുള്ള മസ്ജിദുൽ ഖൈഫ്. സ്വല്ലാ ഫി മസ്ജിദുൽ ഖൈഫ് 70 നബിയ്യ മിൻഹും മൂസ, മൂസാ നബി അലൈഹിസ്സലാം അടക്കം 70ഓളം നബിമാർ മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിച്ചിട്ടുണ്ട്. കഅന്നി അൻദുറു ഇലൈഹി, മൂസ നബിയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്ന പോലെ. വ അലൈഹി അബാഅതാനി ഖത്വാനതാൻ, പരുത്തി കൊണ്ടുണ്ടാക്കിയ 2 കരിമ്പടം പുതച്ചിട്ടുണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം. ഒന്ന് അരമുണ്ട്, ഒന്ന് തോളിൽ. വഹുവ മുഹ്രിമുൻ, ഇഹ്റാം ചെയ്ത് വന്നതാണ്. അലാ ബഈരിൻ മിൻ ഇബ്ലി ശനൂഅ, ശനൂഅ ഗോത്രക്കാരുടെ ഒട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്താണ് വന്നത്. മഖ്തൂമത്തിൻ ബിഖിതാമിൻ ലീഫിൻ ലഹു ളഫീറതാൻ, മഹാനവറുകൾ വന്ന ഒട്ടകത്തിൻ്റെ കഥ നബി നിങ്ങൾ പറയാം. ആ ഒട്ടകത്തിന് മൂക്കുകയറുണ്ട്. ആ മൂക്കുകയറിന് 2 ഇഴകളുണ്ടായിരുന്നു. ആ മൂക്കുകയറുണ്ടാക്കിയത് ഈത്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ മൂക്കുകയറുള്ള ഒരു ഒട്ടകപ്പുറത്ത് മൂസ നബി അലൈഹിസ്സലാം ഹജ്ജിന് വന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം നിബിതങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ്. ഹബീബായ നിബിതങ്ങൾ വാദിൽ അസ്റഖിലൂടെ കടന്നു പോവുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, അയ്യു വാദിൻ ഹാദിഹി, ഇത് ഏത് താഴ്വരയാണ്? അവർ പറഞ്ഞു, നബിയെ ഹാദാ വാദിൽ അസ്റഖ്, ഇത് വാദിൽ അസ്റഖാണ്. നേരത്തെ താഴ്വരൻ്റെ കഥ പറഞ്ഞല്ലോ, മൂസാ നബി വന്നു. കഅന്നി അൻദുർ ഇലാ മൂസ അലൈഹിസ്സലാം, ഞാൻ മൂസ നബിയെ കാണുന്നുണ്ട്. വഹുവ ഹാബിതും മിന ഥനിയ്യതി വലഹു ജുവാർ, ഈ വാദിൽ അസ്റഖിലൂടെ മൂസ നബി ഇറങ്ങി വരുമ്പോൾ മൂസ നബി അലൈഹിസ്സലാം ശബ്ദിച്ച് തൊണ്ടയിടറി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ സുമ്മ അതാ അല ഹർഷ, ഹർഷ എന്ന് പറയുന്ന ഒരു മലഞ്ചെരുവിലേക്ക് നബി തങ്ങൾ എത്തി. അപ്പോൾ നബി തങ്ങൾ അവിടെ സഹാബികളോട് ചോദിച്ചു, അയ്യു ഥനിയ്യത്തിൻ ഹാദിഹി, ഇത് ഏത് താഴ്വരയാണ്? അപ്പോൾ പറഞ്ഞു, ഥനിയ്യത്തു ഹർഷ, ഇത് ഹർഷ എന്ന് പറയുന്ന താഴ്വരയാണ്. ഖാല കഅന്നി അൻദുറു ഇലാ യൂനുസ് ഇബ്നു മത്ത അലൈഹിസ്സലാം, ഞാൻ യൂനുസ് ഇബ്നു മത്ത നബിയെ, അതായത് മത്തായിയുടെ മകൻ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കാണുന്നുണ്ട് ഇവിടെ. അലാ നാഖത്തിൻ ഹംറാ, ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് യൂനുസ് അലൈഹിസ്സലാം ഹർഷ കുന്നിൻ ചെരുവിലൂടെ കടന്നു വരുന്നു. ജഅദത്തിൻ അലൈഹി ജുബ്ബത്തും മിൻ സൂഫ്, പരുത്തിയുടെ ഒരു വസ്ത്രം മഹാൻ ധരിച്ചിട്ടുണ്ട്. ഖിതാമു നാഖതിഹി ഖൽബത്തുൻ വഹുവ യുലബ്ബി എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ മൂക്കുകയറുള്ള ഒരു ചെമന്ന ഒട്ടകം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലി ഹർഷ കുന്നിൻ ചെരുവിലൂടെ മഹാനായ യൂനുസ് നബി വരുന്നത് ഞാൻ കാണുന്നു. യൂനുസ് നബി അലൈഹി സ്വലാം വരുന്നത് എവിടെ നിന്നാണ്? ഇറാഖിൽ നിന്നാണ്. ഇറാഖിലെ യൂനുസ് നബിയുടെ നാടിൻ്റെ പേര് ആർക്കറിയാം? യൂനുസ് നബിയുടെ നാട് ആരോ പറഞ്ഞല്ലോ, നീനവ. ജസാക്കല്ലാഹ് ഖൈർ, നീനവ എന്നാണ്, മറക്കരുത്. യൂനുസ് നബിയുടെ നാട് നീനവ. നീനവയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ഒരു അടിമയുണ്ടായിരുന്നു.
തായിഫിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേ നബി തങ്ങൾക്ക് മുന്തിരി കൊടുത്തില്ലേ, തങ്ങൾ ബിസ്മി ചൊല്ലിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചോദിച്ച് പരിചയപ്പെട്ട്, അപ്പോൾ നീ എവിടുത്തുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നീനവക്കാരനാണ്. ഓ നീനവ യൂനുസ് നബിയുടെ നീനവയോ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾക്ക് ഇങ്ങനെ യൂനുസ് നബി അറിയാം? അപ്പോൾ അഖീ മിനൽ അംബിയ, ഞാനും അവരും പ്രവാചകന്മാരായ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് ത്വായിഫുകാർ നബി തങ്ങളെ കല്ലെറുത്ത് ഓടിച്ചപ്പോൾ തങ്ങളെ വിശ്വസിച്ച ഒരു മുഅ്മിനായ മനുഷ്യൻ, അവർ നീനവക്കാരനാണ്. അവരുടെ പേരെന്തായിരുന്നു? അദ്ദാസ്. സമ്മാനം കൊടുക്കണമല്ലോ. എന്താ പേര്? മുസമ്മിൽ. രണ്ടുത്തരം പറഞ്ഞു മുസമ്മിൽ. മാഷാ അല്ലാ, സമ്മാനം ഉണ്ടാവുക. മാഷാ അല്ലാ. അദ്ദാസ് റളിയല്ലാഹു അൻഹു ത്വായിഫ് യാത്രയിൽ നിന്ന് കിട്ടിയ ഒരേ ഒരു മുസ്ലിം അവരാണ്. മുസ്ലിം മനുഷ്യരിൽ ജിന്നുകളുണ്ടായിരുന്നു. അദ്ദാസ് എന്നവരും നീനവക്കാരനാണ്. അപ്പോൾ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ചെമന്ന ഒട്ടകപ്പുറത്താണ് വന്നത്. നമ്മളിന്ന് കുറച്ച് അമ്പിയാക്കന്മാരുടെ വരവും ഹജ്ജിന് വന്ന ആ ഒരു ചരിത്ര ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ബാക്കി ചരിത്രം മുമ്പ് പറഞ്ഞതല്ലേ, പറഞ്ഞത് കേട്ടത് കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് പുതിയത് പറയാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം വരുന്നതും ഞാൻ കാണുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബി തങ്ങൾ ഹജ്ജിന് തങ്ങളുടെ കൂടെ സിദ്ദീഖ് എന്നവരുണ്ട് റളിയല്ലാഹു അൻഹു. തങ്ങൾ ചോദിച്ചു, യാ അബൂബക്കറിൻ അയ്യു വാദിൻ ഹാദാ, അബൂബക്കർ എന്നവരെ ഇത് ഏത് താഴ്വരയാണ്? അപ്പോൾ പറഞ്ഞു, വാദി അസ്ഫാൻ, ഇത് അസ്ഫാൻ താഴ്വരയാണ്. നേരത്തെ പറഞ്ഞ ഹർഷ എന്നൊക്കെ പറഞ്ഞ പെൺകുട്ടിക്ക് പേരിടാൻ പറ്റും തോന്നുന്നു അല്ലേ? നല്ല രസമുള്ള പേര് ഹർഷ. അമ്പിയാക്കന്മാർ ഹജ്ജിന് വന്ന ആ ഒരു താഴ്വരയാണ്. നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം ഇറങ്ങി വന്ന താഴ്വരയാണത്. സുബ്ഹാനല്ലാഹ്. വാദി ഹർഷ തനിയത്തുൻ ഫി ത്വരീഖി മക്ക ഖരീബത്തുൻ മിനൽ ജുഹ്ഫ യുറാ മിൻഹൽ ബഹർ. അതായത് മക്കയിലേക്ക് വരുന്ന വഴി ജുഹ്ഫ ഒരു മീഖാത്താണ്. ആ ജുഹ്ഫ മീഖാത്തിൻ്റെ അടുത്തുള്ള മലയാണ് ഹർഷ. ആ ഹർഷൻ മേലെ നോക്കിയാൽ കടൽ കാണും. അങ്ങനത്തെ ഒരു മലയാണത്. ആ മലയുടെ പേരാണത് ഹർഷ. ഇന്നതിന് ആ പേര് തന്നെയാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പേരുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ലഖദ് മർറ ബിഹി ഹൂദുൻ വസാലിഹുൻ അലൈഹിമുസ്സലാം അലാ ബഖറാത്തിൻ ഹുംറിൻ ഖുത്മുഹൽ ലീഫ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ ഈ താഴ്വരയുടെ പേര് നിങ്ങൾക്കറിയോ? തങ്ങൾക്കറിയാത്തതുകൊണ്ടല്ല, തങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണത്. പറഞ്ഞു, വാദി അസ്ഫാൻ, അസ്ഫാൻ താഴ്വരയാണ്. ഇപ്പം മദീനയിലൊക്കെ ചെന്നാൽ എല്ലാം ഓരോ മലമടക്കുകൾക്കും പേരുകളുണ്ട്. കാണുമ്പോൾ എല്ലാ മലകളും ഒരുപോലെയാണ്, അതിനൊക്കെ പേരുണ്ട്. താഴ്വരക്കും പേരുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ ഓരോരോ ചെറിയ ചെറിയ ലൊക്കേഷനൊക്കെ പേരുണ്ടാവില്ലേ? ചെറിയ ചെറിയ ഓരോ ജംഗ്ഷനും പേരുണ്ടാവും. വാദി അസ്ഫാൻ. സിദ്ദീഖ് എന്നവരെ ഹൂദ് നബിയും സ്വാലിഹ് നബിയും ഈ അസ്ഫാനിലൂടെ കടന്നു വരുന്നു. അല ബഖറാത്തിൻ ഹുംറിൻ. ബഖറാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഒട്ടകം എന്നാണ്. വലിയ പ്രായമില്ലാത്ത ഒട്ടകത്തിനാണ്, നല്ല യൗവനത്തിൽ കിടക്കുന്ന ഒട്ടകത്തിനാണ് ബഖറത്ത് എന്ന് പറയാം. ബഖറാത്തിൻ ഹുംറിൻ, ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഹജ്ജിനൊക്കെ വരുമ്പോൾ ഒരു VIP വണ്ടിയിലാണ് പോവുക. ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് ഒരു ആഢ്യത്വത്തിൻ്റെ അടയാളമാണ്. അതിൻ്റെ മൂക്കുകയർ വരെ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അതിൻ്റെ ഖുത്മുഹൽ ലീഫ്, അതും സാധാ കയറല്ല, തുണിക്കയർ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് തങ്ങൾ എടുത്തു പറയണത്. ആ മൂക്കുകയർ ഈത്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ മൂക്കുകയറായിരുന്നു എന്ന്. യുലബ്ബൂൻ യഹജ്ജൂനൽ ബൈത്ത് ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ഹൂദ് നബിയും സ്വാലിഹ് നബിയും വാദി അസ്ഫാനിലൂടെ കടന്നു വരുന്നു. വാദി ഹർഷയിലൂടെ യൂനുസ് നബി അലൈഹിസ്സലാം. മൂസാ നബി വന്ന താഴ്വരയുടെ പേരെന്തായിരുന്നു? വാദി അൽ അസ്റഖ്. വാദി അൽ അസ്റഖ്. അസ്റഖ് എന്ന് പറഞ്ഞാൽ ബ്ലൂ എന്നാണ്. ദ ബ്ലൂ വാലി. ബ്ലൂ വാലി, നീല നിറത്തിലുള്ള താഴ്വര. യാ അല്ലാഹ്. സ്വാലിഹ് നബി അലൈഹിസ്സലാം വന്ന സ്ഥലം അൽ ഉലയാണ്. അൽ ഉല എന്ന് പറഞ്ഞാൽ സൗദിയിലെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അൽ ഉല. പോയവരുണ്ടോ? കൈപ്പൊക്കിയാട്ടെ. അൽ ഉലയിൽ പോയവർ ഒന്ന്, ഒരാളുള്ളൂ. കുഴപ്പമില്ല, ഞാനുണ്ട്. അവർ രണ്ടാളെ
അവിടെയാണ് അൽ ഹിജർ, ഹിജർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. താരിഖാണ്. അപ്പോൾ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം ജീവിച്ച സ്ഥലമാണത്. അവിടെ നമ്മൾ ഒരു ടൂറ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ടൂറായിട്ട് പോയിക്കൂടാന്നാണ്, കാണാൻ വേണ്ടി പോകണം. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനും അറിയാനും. അവിടെ അവർ മലകൾ തുരന്നുണ്ടാക്കിയ വീടല്ല, ശരിക്കും അവരുടെ ഖബറുകളാണ്. അവർ മരിച്ചവരെ മറവ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. അവരുടെ വീടൊക്കെ ഭൂമിൻ്റെ അടിയിലാണ്. അവിടെ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടുത്തെ ഗൈഡുകൾ. സമൂദ് ഗോത്രക്കാർ താമസിച്ച്, പഴയ നെബത്തിയൻസിനെ അവർ പറയാം, സമൂദ് ഗോത്രക്കാർ താമസിച്ചിരുന്ന വീടുകൾ ഭൂമിക്കടിയിലാണുള്ളത്, മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത് എക്സ്കവേഷൻ ചെയ്തിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് നഗരങ്ങളുണ്ട്. പക്ഷെ മലകളിങ്ങനെ ചുമരും ജനലൊക്കെ വാതിലൊക്കെ ഉള്ള കണ്ടിട്ടില്ലേ ചിത്രങ്ങളിലൊക്കെ, പെട്രയിലൊക്കെ ഉള്ള പോലെ, അതൊക്കെ ശവകുടീരങ്ങളാണ്. ഒറ്റ റൂമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ. ആ റൂമിൽ തട്ടായിട്ട് മുഴുവൻ ഖബറുകളാണ്. അതിൽ ഡെഡ് ബോഡി ഒന്നും കാണുന്നില്ല. പക്ഷേ അതിനുപയോഗിച്ചിട്ടാണ് അവർ എൻഹിത്തൂന മിനൽ ജിബാലി ബുയൂസൻ, അവർ ഭവനങ്ങളുണ്ടാക്കിയിരുന്നു മലകൾ തുരന്നിട്ട് എന്ന് പറഞ്ഞ്. അത് അടയാളങ്ങളൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. സ്വാലിഹ് നബിൻ്റെ നാടാണ് ഈ അല്ലുല അൽ ഹിജർ എന്ന് പറയുന്നത്. അൽ അഹ്ഖാഫ് ഇതൊക്കെ ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും സമുദായങ്ങളിൽ നിന്നിരുന്ന സ്ഥലമാണ്. ഏകദേശം തബൂക്കിൻ്റെ ഭാഗമാണത്. സൗദിയുടെ അറേബ്യയുടെ നോർത്ത് വെസ്റ്റ് അല്ല, നേരെ വെസ്റ്റ്, പടിഞ്ഞാറ്, കുറച്ച് അല്പം നോർത്തിലേക്ക് മാറിയിട്ട് തബൂക്കിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളാണ്. ഏകദേശം തബൂക്ക് നടന്ന് വീണ്ടും കുറച്ച് ദൂരം പോകാനുണ്ട്. ഏതായിരുന്നാലും സ്വാലിഹ് നബി അലൈഹിസ്സലാം അവിടെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹി ദാറുൻ സഖിതല്ലാഹു അലൈഹ. മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. അവിടുത്തെ സ്വാലിഹ് നബിയുടെ സമുദായമായ സമൂദുകളെ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം മുഅ്മിനീങ്ങളോട് പറഞ്ഞു, അള്ളാഹു ദേഷ്യപ്പെട്ട നാടാണിത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. പറഞ്ഞു, അള്ളാഹുവിൻ്റെ നബിയെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ പറയുന്നത്? ഞങ്ങൾ പോകാം. റഅയുനാ ലക തബഉൻ എന്ന് പറഞ്ഞാൽ വി ഫോളോ യുവർ ഒപ്പീനിയൻ. നിങ്ങൾ എവിടെയാണ് പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ട് പോകാം. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു, തൽഹഖൂന ബിഹറമില്ലാഹി വ അംനി, നിങ്ങൾ മക്കയിലേക്ക് പോകണം. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം സമൂദ് ഗോത്രക്കാരിൽ നിന്ന് മുസ്ലിമായവർ ഹിജറിൽ നിന്ന് അല്ലെങ്കിൽ അൽ ഉലയിൽ നിന്ന് മാറി നേരെ മക്കയിലേക്ക് വന്നു. അവർ ഹറാം ചെയ്ത്, അവിടെ നിന്ന് തന്നെ ഹറാം ചെയ്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ജല്ലി ഹറം ലക്ഷ്യമാക്കി അവർ പുറപ്പെട്ടു. അങ്ങനെ പരിശുദ്ധമായ മക്കയിൽ അവർ താമസിച്ചു. ഹത്താ മാതു, പിന്നെ അവർ തിരിച്ചു പോയിട്ടില്ലെന്നാണ്. മുഅ്മിനീങ്ങളായ ആൾക്കാരൊന്നും പിന്നെ അല്ലുലയിൽ നിന്നിട്ടില്ല. അവരൊക്കെ എന്ത് ചെയ്തു? മക്കയിലേക്ക് തന്നെ പോയി. ഫതിൽക ഖുബൂറുഹും ഫീ ഗർബി അൽ കഅബ ബൈന ദാരിൻ നജ്വ വബാബി ബനി ഹാഷിം. ദാറുൻ നദ്വ എന്ന് പറഞ്ഞ വീടൊന്നും ഇപ്പം നമുക്ക് കാണാൻ കഴിയില്ല. കഅബാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ദാറുൻ നദ്വ, ഖുറൈശികൾ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പ്രകോപനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന, പ്ലാൻ ചെയ്തിരുന്ന, ഗൂഢാലോചന നടത്തിയിരുന്ന വീടാണ് ദാറുൻ നദ്വ. നബിതങ്ങൾ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വീടാണ് ദാറുൽ അർഖം. ദാറുൻ നദ്വയുടെയും ബനു ഹാഷിം കുടുംബത്തിൻ്റെ തറവാട് വാതിൽ, ഗേറ്റ്, അതിൻ്റെ ഇടയിലുള്ള ഖബർസ്ഥാൻ ഈ സ്വാലിഹ് നബിയുടെ കാലത്ത് മുസ്ലിമീങ്ങളുടെ ഖബറുകളാണ് എന്നാണ് ചരിത്രം ഇമാം അസ്റഖി ഉദ്ധരിക്കുന്നത്. വകദാലിക ഫഅല ഹൂദുൻ വമൻ ആമന മഅ. ഹൂദ് നബിയും പറഞ്ഞു ഇതുപോലെ ജനങ്ങളോട്. ഹൂദ് നബി അലൈഹിസ്സലാം വന്നത് അഹ്ഖാഫിലാണ്. അഹ്ഖാഫ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഹബ്ഷാൻ ബദാസായതൊക്കെ അല്ലേ, ബദാസായതിൻ്റെ അവിടെ നിന്ന് വീണ്ടും സൗദി ബോർഡറിലേക്ക്, അത് നമ്മുടെ ഗുവൈഫാത്ത് ആ സൈഡിലേക്കല്ല, ബദാസായതിൻ്റെയും പിന്നെ ലിവയുടെയൊക്കെ ബാക്ക് സൈഡ് അങ്ങോട്ട് പോകുന്ന ആ ഒരു പിന്നെ UAE സംബന്ധിച്ചിടത്തോളം അത് സദേൺ ഡെസേർട്ടാണ്, തെക്ക് ഭാഗത്തുള്ള മരുഭൂമിയാണ്. അങ്ങോട്ടാണ് എംറ്റി ക്വാർട്ടർ എന്ന് പറയാം. ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മരുഭൂമികളുടെ ഒരു മരുഭൂമിയാണ് എംറ്റി ക്വാർട്ടർ. റുബുൽ ഖാലി ഡെസേർട്ട് എന്ന് പറയും, റുബുൽ ഖാലി മരുഭൂമി. അവിടെ താമസിച്ച കൗമാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം. അവിടെ വലിയ വലിയ സെറ്റിൽമെൻറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിക്കടിയിൽ. അന്ന് ജീവിച്ചിരുന്ന ആളുകൾ ഭയങ്കരമായ കഴിവുള്ള മേസൻസ് ആയിരുന്നു, കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. ഹൂദ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, മുഅ്മിനീങ്ങളോട് നമ്മൾ പോവാൻ ഹറമിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഷുഐബുൻ അലൈഹിസ്സലാം വമൻ ആമന മഅ, ഷുഐബ് നബിയും സമുദായവും, ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെ അല്ലാഹു തആല ഘോരമായ ശബ്ദം കൊണ്ടും ഭൂചലനം കൊണ്ടും സൃഷ്ടിച്ചു. ഷുഐബ് നബിൻ്റെ നാട് ജോർഡാനിലാണ്.
സൗദി അറേബ്യയുടെ ജോർഡാനിൻ്റെ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഷുഐബ് നബിൻ്റെ കാലത്തെ സെറ്റിൽമെൻറ്റുകൾ കാണാൻ പറ്റും. ഷുഐബ് നബിൻ്റെ മക്കൾക്ക് വെള്ളം കുടിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ അരുവി അത് സൗദിയുടെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. സൗദിയുടെ ഭാഗം ജോർഡാനിൻ്റെ കരു തന്നെയാണ്. നമ്മൾ അമ്മാനിലേക്ക് ചെന്നാൽ നമ്മൾ ഷുഐബ് നബിൻ്റെ വാദി ഷുഐബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ കടന്നു പോകും. അതിൻ്റെയൊക്കെ പിറകു വശമാണ് ഒരൽപ്പം ദൂരെ മാറിയിട്ടാണ് ഈ ഷുഐബ് നബിൻ്റെ വാദി ഷുഐബ്, മദീനത്ത് ഷുഐബ് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ ഒരു മദിയൻ എന്ന് തന്നെ ഇന്ന് സൗദി അറേബ്യയുടെ അങ്ങ് ജോർഡാനിൻ്റെ അറ്റത്താണ് കിടക്കുന്ന സ്ഥലം. ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാം നാട്ടുകാർ കച്ചവടക്കാരായിരുന്നു, ഫുൾ ബിസിനസ്സുകാരാണ്. കാരണം അതൊരു ബിസിനസ് റൂട്ടായിരുന്നു. ഫലസ്തീനിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ബോർഡർ അഖബ കടലിൻ്റെ കരയിലാണ് നിൽക്കുന്നത്. കുറച്ച് നീളം മുന്നോട്ട് നടന്നു പോയാൽ അവർക്ക് പിന്നെ ഫലസ്തീനിലേക്ക് കരമാർഗം കടക്കാൻ പറ്റും. ആ ഒരു ബോർഡർ പ്രദേശമാണ്. അവർ കച്ചവടക്കാരായിരുന്നു. കാരണം സൗദി അറേബ്യയുടെ മുക്കുമൂലയിൽ നിന്ന്, യമനിൽ നിന്നടക്കം, ഇന്ത്യയിൽ നിന്ന് വരുന്ന കച്ചവട സംഘങ്ങളടക്കം യൂറോപ്പിലേക്ക് പോകുന്നത് പിന്നെ ഈ മദിയൻ വഴിയാണ്. ഷുഐബ് നബി അലൈഹി സ്വലാം അവരോട് ദഅവത്ത് ചെയ്തതും വഞ്ചന ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ്. ഔഫുൽ ഖൈലവൽ മീസാൻ, നിങ്ങൾ എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് അവരുടെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. കച്ചവടക്കാരായിരുന്നു, പക്ഷെ അവർ കേട്ടില്ല എന്നാ. അതിൻ്റെ പേരിൽ അള്ളാഹു നശിപ്പിച്ച സമൂഹമാണ് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം. ഷുഐബ് നബി അലൈഹിസ്സലാം അറബ് ഭാഷ സംസാരിച്ചിരുന്ന 4 നബിമാരിൽപ്പെട്ട ഒരു നബിയാണ് ഷുഐബ് അലൈഹിസ്സലാം. പിന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. ഏതായിരുന്നാലും ഷുഐബ് നബിയും വമൻ ആമന മഅഹ്, ഷുഐബ് നബിയെ വിശ്വസിച്ച ആളുകളും മക്കയിൽ വന്ന് സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്ന് അഖ്ബാറു മക്ക എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, ഇമാം അസ്റഖിയുടെ മഹാനവറുകൾ പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു, ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ. ഇബ്രാഹിം നബി കണ്ടപ്പോഴേ മനുഷ്യനെ ഒരു പേടിയായി. എന്താ ഈ മനുഷ്യനെ, ഒരു പ്രത്യേക ലുക്കുള്ള മനുഷ്യൻ. ചോദിച്ചു, മൻ അൻസ്, നിങ്ങൾ ആരാണ്? പറഞ്ഞു, മിൻ അസ്ഹാബ് ദുൽഖർനൈൻ, ഞാൻ ദുൽഖർനൈനിയുടെ പട്ടാളത്തിൽപ്പെട്ട ആളാണ്. ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാനവറുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖാല വ ഐനഹു, ദുൽഖർനൈൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ബിൽ അബ്തഹ് എന്ന് പറയുന്ന പ്രദേശത്തുണ്ട്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം ഫതലഖാഹു ഇബ്രാഹിം അലൈഹിസ്സലാം ദുൽഖർനൈനിയെ സ്വീകരിക്കുകയും വഅതനഖഹു, ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ ദുൽഖർനൈനിയോട് ചോദിച്ചു, ലിമല തർക്കബ്, ദുൽഖർനൈൻ നിങ്ങൾ എന്താണ് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ കയറാത്തത്? പറഞ്ഞു, ലം അകുല്ലി അർക്കബ് വഹാദാ യംഷി, എന്നെ കാണാമെന്ന ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ഈ മഹാൻ നടക്കല്ലേ, അതുകൊണ്ട് ഞാൻ വാഹനം കയറൂല, ഞാനും നടക്കുകയാണെന്ന് പറഞ്ഞ് ഫഹജ്ജ മാഷിയൻ, അബുത്തഹിൽ നിന്ന് മക്ക വരെ നടന്നുകൊണ്ട് ഹജ്ജിന് വന്നു ദുൽഖർനൈൻ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്ത് ബഹുമാനപ്പെട്ട ദുൽഖർനൈനിയെ ബഹുമാനപ്പെട്ടവർ കണ്ടുമുട്ടി എന്നൊരു ചരിത്രമാണത്. അത് ദുൽഖർനൈനി ആരാണ്, ഏത് കാലക്കാരനാണ് എന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ആസ്പദമാക്കിയിരിക്കും അത്. കാരണം മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിയെ സംബന്ധിച്ചുള്ള ചരിത്രരേഖകൾ കുറവാണ്. അദ്ദേഹത്തിൻ്റെ വേറബൌട്ട്സ് എവിടെയായിരുന്നു, ആരായിരുന്നു, സൈറസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് എന്ന് പറയുകയാണെങ്കിൽ, അതാണ് ചില മുഫസ്സിരീങ്ങളൊക്കെ പറയാറുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഈസാ നബിയുടെ കാലഘട്ടമാണ്. ഇബ്രാഹിം നബി അതിൻ്റെ എത്രയോ മുമ്പിലാണ്. അപ്പോൾ ദുൽഖർനൈനി എന്ന് പറയുന്ന മഹാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അതിനു മുമ്പുള്ള കാലഘട്ടം ആവണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത്. ഏതായിരുന്നാലും നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കഅബയെ തവാഫ് ചെയ്യുകയും സഫാ മർവക്കിടയിൽ നടക്കുകയും ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞ വാക്കാണ് ലബ്ബൈക് ലബ്ബൈക് ലബ്ബൈക്. അല്ലാഹുവിൻ്റെ മറുപടി വന്നു, ലബ്ബൈക യാ മൂസ ഹാ അനദാ ലദൈക്, ലബ്ബൈക് യാ മൂസ ഹാ അനദാ ലദൈക്. ലബ്ബൈക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ 2 ഉത്തരം നൽകുന്നു. അല്ലാഹുവിൻ്റെ മറുപടി ലബ്ബൈക യാ മൂസ, മൂസ നബിയെ നിങ്ങൾക്ക് ഞാനും ഇതാ 2 വട്ടം ഉത്തരം തരുന്നു. ഹാ അനദാ ലദൈക്, ഞാനിതാ നിങ്ങളുടെ അരികത്ത് എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു മറുപടി കൊടുത്തു അത്രേ. യാ അല്ലാഹ്. ആദം നബി അലൈഹിസ്സലാമും സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമും കാനാ യഖൂലാനി ഫീ തവാഫിഹിമ, രണ്ടുപേരും തവാഫ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന ദിക്റാണ്. എന്താണ് ബാഖിയാത്തു സ്വാലിഹാത്ത്? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. ബാഖിയാത്തു സ്വാലിഹാത്ത് ആർക്കറിയാം? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്താണ്.
കൈയുയർത്തിക്കൊള്ളി. മാഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയ്യിൽ അദീം. ആ ദിക്റാണത്. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. എന്തായിരുന്നു പേര്? ഇബ്രാഹിം, അബ്ദുറഹീം. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. ബാഖിയാത്തു സ്വാലിഹാത്ത് ഭയങ്കര കൂലുള്ള ദിക്റാ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. തവാഫ് ചെയ്യുമ്പോൾ അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദം നബിയും ചൊല്ലിയിരുന്നത് എന്നാണ് പറയുന്നത്. ബഖിയാത്തു സ്വാലിഹാത്താണ്. പിന്നെ തവാഫിൽ നമുക്ക് ഖുർആൻ ഓതാം, അറിയുന്ന ദിക്ർ ചൊല്ലാം, കിട്ടുന്ന ദുആ ചൊല്ലാം, ഏത് ഭാഷയിലും ചൊല്ലാം. അതൊക്കെ തവാഫിൻ്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹുവിനോട് നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെ പറയാം, അള്ളാഹുവിനോട് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാം. അങ്ങനെ ഇന്നതേ പറയാവൂ എന്ന പ്രത്യേകമായ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ദുആ ഇല്ല. പിന്നെ മഅ്സൂറായ ചില ദുആകൾ നമ്മൾ കിതാബിൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. നമുക്കൊന്നും കിട്ടുന്നില്ലേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, കുറച്ച് സ്വലാത്തു ചൊല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലാം, അല്ലെങ്കിൽ അറിയുന്ന സൂറത്തുകൾ ഓതിക്കൊണ്ടിരിക്കാം, കിട്ടുന്ന ദുആകളൊക്കെ ചൊല്ലാം. അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അമ്പിയാക്കന്മാരുടെ തൽബിയത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ദുആഇനെ കുറിച്ച് പറഞ്ഞു. ഫകാന യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം ഹജ്ജിന് വന്നപ്പോൾ മഹാനവറുകൾ ചൊല്ലിയത് ലബ്ബൈക അന അബ്ദുക ലദൈക ലബ്ബൈക്, ലബ്ബൈക അന അബ്ദുക ലദൈക ലബ്ബൈക്. അല്ലാഹുവേ നിനക്ക് ഉത്തരം നൽകുന്നു റബ്ബേ 2 തവണ. അന അബ്ദുക ലദൈക്, പടച്ചവനെ നിന്റെ അടിമയും ദാസനുമായി ഞാനിതാ റബ്ബേ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. ലബ്ബൈക്, നിനക്ക് ഞാൻ 2 തവണ ഉത്തരം നൽകുന്നു എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ലബ്ബൈക ഫറാജൽ ഖുറബ്, അല്ലാഹു നിനക്ക് ഉത്തരം നൽകുന്നു റബ്ബേ ഫറാജൽ ഖുറബ്, പ്രയാസങ്ങളെ നീക്കിത്തരുന്ന അല്ലാഹുവേ എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചൊല്ലിയത് ലബ്ബൈക അന അബ്ദുക, അല്ലാഹുവേ നിനക്ക് ഉത്തരം നൽകുന്നു റബ്ബേ ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അമച്ചിക, നിന്റെ ദാസിയുടെ, അതായത് മറിയം ബീവിയുടെ മോനാണ്. ബിൻസി അബ്ദൈക, നിന്റെ 2 ദാസന്മാരുടെ മകളായ, അവരുടെ മകളായിട്ട് ജനിച്ച എൻ്റെ ഉമ്മ മറിയം ബീവി, അവരുടെ മോനാണ് ഞാൻ. ലബ്ബൈക അന അബ്ദുക ഇബ്നു അമച്ചിക ബിൻതു അബ്ദൈക ലബ്ബൈക് എന്ന് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഇനിയൊരു കൗതുകമുള്ള കാര്യമാണ് ഇത്. സയ്യിദന ഖിദ്ർ അലൈഹിസ്സലാം ഇപ്പോൾ അമ്പിയാക്കന്മാരിൽ വഫാത്തായിട്ടില്ല എന്ന് ഹദീസുകളിലും ചില അസറുകളിൽ, ആ ഹദീസുകളിൽ ചില ദുഅഫ് നക്കാറത്തൊക്കെ പറയുന്ന ഹദീസ് പണ്ഡിതന്മാരുണ്ട്. എന്നാലും ഏറെക്കുറെ ഒരുപാട് പണ്ഡിതന്മാരുടെ സാക്ഷ്യമുള്ളൊരു സംഗതിയാണ് സയ്യിദന ഖിദ്ർ അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുള്ള നബിയാണ് എന്ന്. അതുപോലെ ജീവിച്ചിരിപ്പുള്ള നബിയാണ് നബിയുല്ലാഹി ഇല്യാസ് അലൈഹിസ്സലാം. ഈ 2 നബിമാർ ഇതുവരെ മരിച്ചിട്ടില്ലെന്ന്. 2 പേര് ഭൂമിയിലാണ്, 2 പേര് ആകാശത്താണ്. ഒന്ന് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരും ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടവരാണെന്നും അവർ വഫാത്തായിട്ടില്ലെന്നും ഭൂമിയിൽ 2 നബിമാർ, ഒന്ന് ഖിദ്ർ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഒരുമിച്ച് യാത്ര ചെയ്ത അത്ഭുതങ്ങളുടെ അറിവിൻ്റെ മായാലോകങ്ങൾ കാണിച്ചു കൊടുത്ത ഖിദ്ർ അലൈഹിസ്സലാം, അതുപോലെ യൂനുസ് അലൈഹിസ്സലാം, ഇല്യാസ് അലൈഹിസ്സലാം, ഈ 2 നബിമാർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. യൽതഖിൽ ഖിദ്റു വ ഇല്യാസു അലൈഹിമുസ്സലാം ഫീ കുല്ലി ആമിൻ ഫിൽ മൗസിം, എല്ലാ വർഷത്തെയും ഹജ്ജിന് ഖിദ്ർ നബിയും ഇല്യാസ് നബിയും സംബന്ധിക്കുമെന്നാണ്. എൻ്റെ രസം അതല്ല, ഹജ്ജ് കഴിഞ്ഞാൽ മുടി മുറിക്കുകയോ എടുക്കുകയോ ചെയ്യുന്ന സുന്നത്തുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക്, ഖിദ്ർ നബി ഇല്യാസ് നബിക്കും, ഇല്യാസ് നബി ഖിദ്ർ നബിക്കും തലമുടി എടുത്തു കൊടുക്കും. ഫയഹ്ലിഖു കുല്ലു വാഹിദിൻ മിൻഹും റഅസ സാഹിബിഹി, അങ്ങനെ തലമുണ്ഡനം ചെയ്തു കൊടുക്കും ഒരാൾ മറ്റേയാൾക്ക്. അങ്ങനെ 2 പേരും ഹജ്ജിന് വന്ന് പിരിയലാണ്. വയതഫറഖാൻ, അവർ പിരിയുമ്പോൾ ഇങ്ങനെയാണ് പറയാറുള്ളത്. ഇത് ഇമാം മുസക്കി എന്നവരുടെ ജുസ്ഇൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസാണ്. 2 പേരും പിരിയുമ്പോൾ, ഇനി അടുത്ത കൊല്ലേ കാണുള്ളൂ, ഇല്യാസ് നബിയും ഖിദ്ർ നബിയും, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. ഇതൊരു പ്രത്യേകമായ ദിക്റാണ്, ഒന്ന് പഠിച്ചു വെക്കുക. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ പറഞ്ഞുകൊണ്ടാണ് 2 പേരും പിരിയാറുള്ളത്. ആര്?
ഓരോ വർഷത്തെയും മൗസിമുൽ ഹജ്ജിൻ്റെ സമയമായാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ദുൽഹിജ്ജ് 7-8 മുതൽ ഈ മഹാന്മാർ അവിടെ ഉണ്ടാവുന്നതാണ്, ഹറമിലുണ്ടാവുന്നതാണ്. അറിയാൻ പറ്റൂല. ചില ആളുകൾക്ക്, മഹത്തുക്കളായ ആളുകൾക്ക് അള്ളാഹു ഒരു ഇൽഹാമ് കൊടുത്താൽ അറിയും ഇത് ഇന്ന ആളുകളാണെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, മൻ ഖാലഹുന്ന ഹീന യുസ്ബിഹു വഹീന യുംസി, രാവിലെയും വൈകുന്നേരവും 3 മറാത്തിൻ 3 തവണ ഈ ദിക്റുകൾ ചൊല്ലുകയാണെങ്കിൽ അമ്മനഹുല്ലാഹു മിനൽ ഗർഖ്, ആ മനുഷ്യൻ അന്ന് മുങ്ങി മരിക്കൂല. വൽ ഹർഖ്, തീ പിടിക്കൂല. വസ്സരിഖ്, അദ്ദേഹത്തെ ആരും മോഷണം ചെയ്യൂല. ഇമാം അച്ചാ എന്നവർ പറയാണ്, വമിനശ് ശൈത്താൻ, പിശാച്ചിൽ നിന്ന് കാവൽ കിട്ടും ഈ ദിക്ർ 3 വട്ടം ചൊല്ലിയ രാവിലെ. വസ്സുൽത്താൻ, ഭരണാധികാരി പറഞ്ഞാൽ ജയിലിൽ പോവാന്നാ, എന്തെങ്കിലും കേസിൽ കുടുങ്ങി പോവാ, അത്തരം വിഷമങ്ങൾ വരൂല. വൽ ഹയ്യത്തി വൽ അഖ്റബ്, വിഷമുള്ള പാമ്പുകളോ തേളുകളോ ഏൽക്കുകയില്ല. അങ്ങനത്തെ പവിത്രമായ ഒരു ദിക്റാണ്. ഇമാം സുയൂത്തി തങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്യാസ് നബിയും ഖദർ നബിയും കണ്ടുമുട്ടുന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇമാം സുയൂത്തി തങ്ങളുടെ പരാമർശമുണ്ട്. ഏതായിരുന്നാലും ഒന്ന് ദിക്ർ ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, ലാ യസൂഖു അൽ ഖൈറ ഇല്ലല്ലാഹ്. അല്ലാഹു മാത്രമാണ് ഖൈർ നമുക്ക് കൊണ്ടെത്തിച്ചു തരുന്നത്. അപ്പം മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏത് നിഅമത്തും അല്ലാഹു തരുന്നതാണ്. അതിന് മുമ്പ് പറഞ്ഞത് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ്, ഏത് വിപത്ത് ഷർറും അള്ളാഹുവാണ് തട്ടി ദൂരത്താക്കുന്നത്. മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ദിക്ർ. ഒന്നുകൂടി ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി ആർക്കേത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തോളൂ, ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. അപ്പോൾ അത് ചൊല്ലി എഴുതിയിട്ട് പഠിക്കാനൊന്നും പറ്റിക്കോണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓപ്പൺ ആയിക്കോളി വേഗം. നിങ്ങൾ ഉറക്കെ ചൊല്ലിയാൽ മതി എൻ്റെ കൂടെ. ഇപ്പോൾ സയ്യിദുന ഖിദ്ർ അലൈഹിസ്സലാമും ഇല്യാസ് അലൈഹിസ്സലാമും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് രണ്ടുപേരും ഒരാൾ മറ്റൊരാൾക്ക് മുടിമുണ്ഡനം ചെയ്തു കൊടുത്ത് പിരിയുമ്പോൾ പറയുന്ന പരിശുദ്ധങ്ങളായ വാക്കുകളാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് ഉദ്ധരിച്ചത്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലുന്ന ആളുകളെ അള്ളാഹു മുങ്ങി മരിക്കുന്ന, തീപിടിച്ച് മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാക്കും. മോഷണത്തിൽ നിന്ന്, പിശാച്ചിൽ നിന്ന്, ഭരണാധികാരികളുടെ, നിയമപാലകരുടെ ഷെറിൽ നിന്ന്, പിന്നെ പറഞ്ഞു പാമ്പിൽ നിന്ന്, തേളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകും എന്ന് പറഞ്ഞ ഒരു പരിശുദ്ധമായ ഒരു ദിക്റാണത്. നമ്മൾ ചൊല്ലുക, പ്രാക്ടീസ് ചെയ്യുക. രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സുബഹിസ്കരിച്ചിട്ട് പിന്നെ മഗ്‌രിബ് സ്കരിച്ചിട്ട് മഗ്‌രിബിന് തൊട്ട് മുമ്പ് എന്നൊക്കെ ചെല്ലാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് 3 വട്ടം ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്നുകൂടെ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ്, മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. يجتمع في كل يوم عرفة بعرفة جبريل عليه السلام وميكائيل وإسرافيل والخضر عليه السلام.
അറഫയുടെ ദിനമാകുമ്പോൾ അറഫ ദിനമാണ് ഹജ്ജ്. അൽ ഹജ്ജു അറഫ. അറഫയുടെ പകലിൽ ഒരു സെക്കൻഡെങ്കിലും അറഫയുടെ ബൗണ്ടറിക്കുള്ളിൽ ഹാജരായില്ലെങ്കിൽ ആ ഹജ്ജ് കിട്ടൂല. അതുകൊണ്ട് ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണെന്ന് പറയും. അൽ ഹജ്ജു അറഫ. നമ്മൾ പറയും തൗബ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടലാണ്. അത്തൗബത്തു അന്നദം എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാതെ തൗബങ്ങ ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല. സങ്കടം വരണം ചെയ്തു പോയ തെറ്റിൽ, അപ്പോഴാണ് തൗബയാവുക എന്ന് പറഞ്ഞ പോലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ആ ഭൂമിക്കും ആ ദുൽഹിജ്ജ 9 ഒരു പ്രത്യേകത ഉണ്ട്. പിശാച്ച് അന്ന് സങ്കടപ്പെടുന്ന പോലെ ഒരു ദിവസവും ഇബ്ലീസ് സങ്കടപ്പെടാറില്ല. അങ്ങനത്തെ ദിവസമാണ് യൗമ അറഫ. പിന്നെ അറഫയുടെ നോമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിന് നമുക്ക് കാണില്ലെങ്കിലോ അപ്പോൾ അടുത്ത ക്ലാസ് വേറെ സമരായിരിക്കും. അപ്പോൾ തുകഫിറു സനത്തൽ മാദിയ വസ്സനത്തൽ മുഖബില, വരാനുള്ള ഒരു കൊല്ലത്തെയും കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്ന സുന്നത്തായ ശ്രേഷ്ഠമായ നോമ്പാണ് അറഫയുടെ നോമ്പ്. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല. തുടർന്നുള്ള ആഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദന്മാർ ഇവിടെ ക്ലാസ് എടുക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച പെരുന്നാളിൻ്റെ ലീവല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താ പറഞ്ഞത്? അറഫ. സുഫിയാനു സൗരി തങ്ങളും മുഹമ്മദ് മുൻഖദിർ തങ്ങളും ഇമാം മസ്റൂഖ് എന്നവരൊക്കെ അറഫയിൽ വന്നിട്ട് ഇങ്ങനെ കടന്നുറങ്ങിയിട്ടില്ല, സുജൂദിൽ കിടന്നിട്ടാണ് ഉറങ്ങിയത്. സുബ്ഹാനല്ലാഹ്. ഖാന മസ്റൂഖുൻ ലാ യനാമു ഫിൽ ഹജ്ജ് ഇല്ലാ സാജിദൻ. സുജൂദ് കിടന്നിട്ടാണ് ഉറങ്ങാറുള്ളത്. അത്രയും അല്ലാഹു യുബാഹി ബിഇബാദിഹിൽ മലായിക, മുഅ്മിനീങ്ങളായ ആളുകൾ ഹജ്ജിന് വന്ന് അറഫയിൽ നിൽക്കുന്ന ആ ഒരു ദിവസം അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുന്ന, നോക്കൂ എൻ്റെ അടിമകൾ, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഇതാ ചൂടത്ത് വെയിലത്ത് നടന്ന് ക്ഷീണിച്ച് തളർന്ന് ഉറക്കൊഴിച്ച് എനിക്ക് വേണ്ടിയാണ് വന്ന് കിടക്കുന്നത്. ഉഷ്ഹിദുക്കും യാ മലായികത്തി, മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുകയാണ്, അന്നി ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ അറഫയിൽ നിൽക്കുമ്പോഴേ എൻ്റെ തെറ്റ് പൊറുക്കപ്പെട്ടിട്ടില്ലേ എന്ന് തോന്നാൻ പാടില്ല. അള്ളാഹു പൊരുത്തപ്പെട്ട് തന്നു, പുറത്തിരിക്കുന്നു എന്ന് ഉറപ്പിക്കൽ നിർബന്ധമാണ്. അങ്ങനത്തെ സ്ഥലമാണ് അത് ഹജ്ജുമാർ. നമുക്ക് അറഫയുടെ നോമ്പാണ്. അപ്പോൾ എന്നാണോ ദുൽഹിജ്ജ 9 അതത് നാടുകളിൽ അന്നായിരിക്കും നോമ്പ്. എന്നല്ലാതെ മക്കത്തുള്ള അതേ ദിവസം ലോകത്ത് കിട്ടൂല. മക്കത്ത് പകലുണ്ടാകും, ലോകത്തിലുള്ളത് പകൽ കിട്ടുമോ? ഇല്ല. ചില നാട്ടിൽ ആ സമയത്ത് ഇരുട്ടായിരിക്കും. അപ്പോൾ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നമ്മുടെ അറഫാ ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുകയും അത് നോമ്പെടുക്കുകയും ചെയ്യേണ്ട ദിവസം. ഇൻഷാ അല്ലാഹ് സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ ഫറദ് ഖളാ കൂട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിയ്യത്ത് ചെയ്താൽ രാത്രി നിയ്യത്ത് വെക്കണം. എന്നാൽ പിന്നെ പകല് പിന്നെ സുന്നത്തായ നോമ്പിൻ്റെ കൂടെ ഫറദ് ഖളാ കൂടും. പക്ഷേ സുന്നത്ത് നോമ്പിന് സുബഹി കഴിഞ്ഞിട്ടും നിയ്യത്തെക്കാൻ പറ്റും. സുബഹിസ്കാരം കഴിഞ്ഞ് സുബഹിക്ക് ശേഷം ഫജ്റിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ളുഹറിൻ്റെ മുമ്പ് വരെ സുന്നത്തായ നോമ്പ് നിയ്യത്ത് വെക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഫർള് വീടുമോ? ഇല്ല. ഫർള് വിടണമെങ്കിൽ അത്തബീത്ത് എന്ന് പറഞ്ഞാൽ രാത്രി നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ് ഫർളിന്. ഇപ്പോൾ ഫർളാകുമ്പോൾ നാളെ ഇപ്പോൾ രാത്രി നിയ്യത്ത് ചെയ്യുന്നു, നാളത്തെ പകൽ ഞാൻ അറഫ നോമ്പ് എടുക്കുകയാണ്, അള്ളാഹു ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ റമളാനിൽ ഖളാ ആയിപ്പോയ നോമ്പ് ഞാൻ ഖളാ കൂട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ എന്ത് ചെയ്യും? രണ്ടും കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു കൊല്ലത്തെ ആയുസ്സും അതിൻ്റെ കൂടെ കിട്ടുമെന്നൊക്കെ മഹാന്മാർ പറയാം. കാരണം ഒരു കൊല്ലത്തെ വരാനുള്ള കൊല്ലത്തെയും കിട്ടുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അറഫൻ്റെ അന്ന് നോമ്പ് നോൽക്കാൻ ഭാഗ്യമുണ്ടായാൽ അതൊരു ഒരു ഒരു ചെറിയ സന്തോഷമാണ്. ഇനി അന്ന് നോമ്പെടുക്കാൻ പറ്റിയില്ല, അന്ന് പനി പിടിച്ചാൽ ഞാൻ അടുത്തുള്ള മരിക്കുമോ എന്ന് പറഞ്ഞ് മേടിക്കും വേണ്ട, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊരു ചെറിയ ദലീലാണ്, ഒരു ചെറിയ മുബശ്ശിറാണ്, ചെറിയൊരു സന്തോഷമാണെന്ന് മാത്രം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അറഫയുടെ നോമ്പ് ഉദ്ഹിയ്യത്ത് മുഅക്കദായ സുന്നത്താണ്. ഉദ്ഹിയ്യത്ത് എന്തല്ല, നിർബന്ധമല്ല. ഒരു ഉസ്താദ് ഒരു ഹദീസൊക്കെ വായിച്ച് ഇങ്ങനെ കുറേ ആൾക്കാർ പേടിച്ചിരിക്കണ്, ഉദ്ഹിയ്യത്തിന് പൈസ ഉണ്ടായിട്ട് അറക്കാത്തവർ ലാ യഖ്റുബു മുസല്ലാന, നമ്മളെ പള്ളിക്ക് നിസ്കരിക്കാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസൊക്കെ ഓതിയിട്ട് അപ്പം പലരും പേടിച്ചു പോയി. അങ്ങനെയല്ല, സ്വഹാബികളിൽ പൈസ ഉണ്ടായിട്ട് തീരെ ഉദ്ഹിയ്യത്ത് അറക്കാത്ത സ്വഹാബികളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ അങ്ങനെയായിരുന്നു എന്നാ. അത് നിർബന്ധമായിട്ടല്ല, ആ ഹദീസിൻ്റെ ആശയം അത് പുണ്യമാണെന്നാണ്. പക്ഷെ മസ്അല എന്തല്ല, ഫർളല്ല, വാജിബല്ല. എന്താണ്? സുന്നത്ത് മുഅക്കദ, വളരെ ശ്രേഷ്ഠമായ സുന്നത്താണ്. അതുകൊണ്ടാണ് ഉളുഹിയ്യത്തിന് നിയ്യത്ത് ചെയ്താൽ, ഇപ്പം ദുൽഹിജ്ജ 1 മുതൽ നിയ്യത്ത് ചെയ്യാൻ പറ്റും. ഉളുഹിയ്യത്തിന് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആളുടെ പോലെ ഏകദേശമായി എന്ന് കാണുന്ന, അതുകൊണ്ടാണ് നഖവും മുടിയും ഒന്ന് നീക്കരുത് എന്ന് പറയാൻ കാരണം. ആ നീക്കരുത് എന്ന് പറഞ്ഞതും കറാഹത്തിൻ്റെ നഹിയാണത്, എന്തല്ല, ഹറാമല്ല. നീക്കൽ ഹറാമ് എന്ന അർത്ഥമല്ല. നീക്കാതിരുന്നാൽ കൂലി കിട്ടും. ഇനി ഒരാൾ നഖം മുറിച്ചെന്ന് വിചാരിക്കുക,
ഒരാൾ പിന്നെ മുടി ട്രിം ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഷേവ് ചെയ്തെന്ന് വിചാരിക്കുക, ഹറാമ് ചെയ്തു എന്നർത്ഥമല്ല. പക്ഷേ നീക്കാതിരുന്നാൽ വലിയ കൂലി കിട്ടും, വലിയ പ്രതിഫലമുള്ളതാണത്. നീക്കാതിരിക്കൽ സുന്നത്താണ്, ആരാണോ നിയ്യത്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉദ്ഹിയ്യത്ത് നിങ്ങളുടെ മരിച്ചുപോയവർക്ക്, ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നിയ്യത്ത് ചെയ്യാം. എൻ്റെ മരിച്ചുപോയ ഉപ്പാൻ്റെ പേരിൽ, ഉമ്മാൻ്റെ പേരിൽ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകളെ കൊണ്ടുവന്ന് അറുത്തിട്ട് പറഞ്ഞു, ഒന്ന് തങ്ങളുടെ അഹ്ലു ബൈത്തിനും തങ്ങളുടെ വീട്ടുകാർക്കുമുള്ള ഉദ്ഹിയ്യത്താണ്. പിന്നെ പറഞ്ഞു അടുത്തത് എൻ്റെ ഉമ്മത്തിൽ ഉദ്ഹിയ്യത്തറക്കാൻ കഴിയാത്തവർക്കുള്ള ഉദ്ഹിയ്യത്താണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്യാം. അള്ളാഹു അത് നിയ്യത്ത് ചെയ്ത ആളുകൾക്കൊക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ള ദിവസമാണ്. പക്ഷെ എന്ത് ചെയ്ത് പിടുത്തം വിട്ട് അടിച്ചുപൊളിയാവരുത്. സന്തോഷിക്കുക എന്ന് പറയുമ്പോഴത്തേന് പിന്നെ മ്യൂസിക്കും ഡാൻസും പാട്ടൊക്കെ ഉണ്ടായാലേ സന്തോഷമാവുള്ളൂ. അങ്ങനെ ഒരു തോന്നൽ ആർക്കൊക്കെയോ തലയിൽ കയറി വന്നിട്ടുണ്ട്. പറഞ്ഞ് തോൽക്കുകയാണോ എന്നൊക്കെ തോന്നാറുണ്ട്. എന്നാലും നൂഹ് നബി ഇപ്പോൾ 950 കൊല്ലം പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ അത്രയൊന്നും ജീവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. അന്യ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ചാടിപ്പിച്ചിട്ട് മ്യൂസിക്കും ഇതൊക്കെ വെച്ചിട്ട് എന്ത് രസമാണ് കിട്ടേണ്ടത്. ഒരു പെണ്ണ് അവളുടെ ശരീരവും അവളുടെ ബോഡിയും കാണിച്ച് അവളുടെ ശബ്ദമാധുര്യവും നമ്മളിങ്ങനെ മേപ്പെട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഹാളിൽ. എന്താ അതിൻ്റെ കഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. മ്യൂസിക് ഇല്ലാത്ത നല്ല നല്ല പാട്ട്. നവാസ് പൂനൂരാ നവാസ് പാലേരി മൂപ്പരങ്ങനെ മ്യൂസിക്കൊന്നും ഇല്ലാതെ പാടലില്ല. മ്യൂസിക്കോടുകൂടെ പാടണമെന്ന് എനിക്കറിയില്ലേ. മൂപ്പർ കേട്ടതൊക്കെ മ്യൂസിക് ഇല്ലാത്ത പാട്ട്. എന്തൊരു മനോഹരമാണ്, നല്ല നല്ല അർത്ഥമുള്ള, എന്ത് രസമുള്ള, അതൊരു ഒരു ഉൾക്കാഴ്ചയും നമുക്ക് നമ്മുടെ ചിന്തകളെ റിഫ്രഷ് ചെയ്യുന്ന, നല്ല നല്ല ചരിത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നല്ല നല്ല പരിപാടി. അങ്ങനെ ചെയ്തോളൂ. നല്ല കുട്ടികളെ കൊണ്ടൊക്കെ നല്ല നല്ല പെർഫോമൻസ് ഒക്കെ പറ്റും. എന്നല്ലാതെ എന്ത് ചെയ്യരുത്, ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജുമൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ട് അവർ പാടുക. അവരൊക്കെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളല്ലേ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വലിയ മുത്തക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി മനുഷ്യനുള്ളിൽ ഒരു തിന്മയുടെ ചിന്തയെങ്കിലും മുളക്കും. നമ്മൾ മലക്കുകളല്ലല്ലോ. പിന്നെ ഇത് മസാമീറു ശൈത്വാൻ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ പിശാച്ചിൻ്റെ ഹാർമണിയാണ്, പിശാച്ചിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് എന്ന് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും 4 മദ്ഹബിൻ്റെ ഒമിനന്നാസി മയശ്രി ലഹുവൽ ഹദീസ്, ജനങ്ങളിൽ ചില ആളുകൾ അനാവശ്യമായത് വാങ്ങുന്നവരുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ആ ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അൽ മസാമീർ, മ്യൂസിക്കിനെ പറ്റിയാണ് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ അതാ പഠിപ്പിച്ചത്. അപ്പോൾ അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ്. മ്യൂസിക് കേൾക്കുക, ആ ഒരു ശബ്ദം ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്തരം പരിപാടി സെൻറ്റർ പിന്നെ ഒരുപക്ഷെ നമുക്ക് വാടക കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ വാടകയ്ക്ക് വരുന്ന ആൾക്കാർ ഏത് ആശയക്കാരെ, ഏത് ജാതിക്കാരെ, ഏത് മതവിശ്വാസികളെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളെപ്പറ്റി ചോദ്യം ഉണ്ടാവും. അള്ളാഹു നിങ്ങളോട് ചോദിക്കും, നീ എന്തിനവിടെ വായി നോക്കിയിരിക്കാൻ പോയത് എന്ന്. അപ്പോൾ അതിനവസരം ഉണ്ടാക്കരുത്. പെരുന്നാൾ എന്ന് പറയുമ്പോഴേക്കും ഈ പാട്ടും കൂത്തൊക്കെ ഉണ്ടെങ്കിലേ ആഘോഷമാവുള്ളൂ എന്ന തോന്നലും ആർക്കും വേണ്ട. എൻ്റെ പ്രിയങ്കരായ സുന്നി സെൻറ്ററിൻ്റെ പ്രവർത്തകരോടും KMCC പ്രവർത്തകരോടും ഇസ്ലാമിക് സെൻറ്റർ പ്രവർത്തകരോടും പറയാണ്, ഖുർആനും ഹദീസും നമുക്ക് 3 കൂട്ടർക്കും ഒന്ന് തന്നെയാണ്. എന്തല്ല, KMCCക്കാർക്ക് വേറൊരു ഖുർആനും, സുന്നിക്കാർക്ക് വേറൊന്നും, സുന്നി സെൻറ്ററിന് വേറൊന്നും, ഇസ്ലാമിക് സെൻറ്ററിന് വേറെ നിയമങ്ങളും, ഇങ്ങനെയൊന്നുമില്ല. നമ്മൾ മുസ്ലിങ്ങളല്ലേ, എല്ലാവരുടെയും നിയമം ഒന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, സ്നേഹബുദ്ധിയാ പറഞ്ഞുതരാണ്. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയൽ എൻ്റെ ബാധ്യത ആയതുകൊണ്ട് ഞാൻ പറയാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത്, പെരുന്നാൾ ഈ ആഘോഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പം കാട്ടിക്കൂട്ടലൊന്നും ചെയ്യാതിരിക്കുക. നാളെ ഖബറിൽ പോയി കിടക്കുമ്പോൾ ഇതൊന്നും ഉപകാരപ്പെടില്ല, അടിയായിരിക്കും അവിടെ. ഈ ചിരിച്ചതിനൊക്കെ പാടെ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക, ഇത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്രയൊക്കെ നല്ല നല്ല പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല ക്രിയേറ്റീവായിട്ടുള്ള. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പെരുന്നാൾ നമ്മുടെ വീടിനും കുടുംബത്തിനും മക്കൾക്കൊക്കെ തൗസിഅത്തുൻ ഫിൽ അക്കൽ, വിശാലമായിട്ട് ഒന്ന് കൈയഴിഞ്ഞ് അവരെ സന്തോഷിപ്പിക്കേണ്ട ദിവസമാണെന്നാണ് പറയാം. അപ്പോൾ നല്ല നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും. പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ വലിയ പെരുന്നാളിനാവുമ്പം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കല സുന്നത്ത്. റമളാൻ കഴിഞ്ഞാലുള്ള ചെറിയ പെരുന്നാളിന് ചെറിയൊരു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്
പള്ളിയിലേക്ക് പോയി അല്ലെങ്കിൽ മുസല്ലയിൽ പോയി നിസ്കരിച്ച് വരല സുന്നത്ത്. വലിയ പെരുന്നാളിനാണെങ്കിൽ എങ്ങനെയാണ്? നിസ്കാരം കഴിഞ്ഞിട്ടാണ്, ഉദ്ഹിയ്യത്തിൻ്റെ സമയവും നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതൊരു സുന്നത്താണ്. ഞാൻ നേരത്തെ വിശക്കുന്നവർ കഴിച്ചോളി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുന്നത്തുണ്ട്. പിന്നെ പോകുന്ന ഒരു റൂട്ടും തിരിച്ചു വരുന്നത് വേറെ റൂട്ട് രാവിലും സുന്നത്തുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോൾ, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ, മുസല്ലിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റൂട്ടിലൂടെ പോവുക, തിരിച്ചു വരുമ്പോൾ വേറെ റൂട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ സൗകര്യം ഇങ്ങനെ ചെയ്യാം. വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുകയാണ്. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലപിടിപ്പുള്ള വസ്ത്രം. അതുകൊണ്ട് വെള്ള തന്നെ ധരിക്കണമെന്ന് എന്തില്ല, പെരുന്നാളിന് നിസ്കാരത്തിന് പറയില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം നിങ്ങളുടെ ചില ബ്രാൻഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളി, അൽഹംദുലില്ലാഹ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷം, വീട്ടിലൊക്കെ വിളിക്കുക, ഫോൺ ചെയ്യുക, അവരോട് സംസാരിക്കുക, അവർക്ക് ഹദിയകളൊക്കെ അയച്ചു കൊടുക്കുക, സന്തോഷിപ്പിക്കുക. നല്ല യാത്രകളൊക്കെ പോയിക്കോളി, കാണാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ടോളൂ. ഇങ്ങനെയൊക്കെ നല്ല സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. കൂട്ടത്തിൽ നല്ല ദുആക്ക് ഉത്തരമുള്ള സമയം കൂടിയാണ്. അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസം കൂടെ പെരുന്നാളാണ്. അതായത് ദുൽഹിജ്ജ, 10 കഴിഞ്ഞാൽ 11, 12, 13 ദിവസങ്ങളടക്കം പെരുന്നാളിൻ്റെ നാളുകളാണ്. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞ ദിവസങ്ങളാണ്. അതായത് അത് പെരുന്നാളാണ്, ഈദാണ്. അയ്യാമു ഈദിൻ അക്ലിൻ വ ഷുർബിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലോക മുസ്ലിമീങ്ങൾക്കും ഈ വിശുദ്ധമായ പെരുന്നാൾ സന്തോഷത്തോടെ ആചരിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ദുആകൾക്ക് ഉൾപ്പെടുത്താൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ക്ലാസ്